Hello friends, this is Villan and you're watching Villan's Intelligence Program. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന VFA LDC സീരീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ 2 റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ 3 ലൈവ് ക്ലാസ്സസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ. ആ ക്ലാസ്സസ് കാണാത്തവരെ തീർച്ചയായും ആ ക്ലാസ്സുകൾ കാണുക. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പിക് വൈസ്. ഇന്ന് മുതൽ നമ്മൾ ടോപ്പിക് വൈസ് ചോദ്യങ്ങൾ നോക്കുവാണ്. അല്ലാതെ റാൻഡം ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ടോപ്പിക് തുടങ്ങുന്നു. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കായി നമ്മൾ സെലക്ട് ചെയ്തത് നമ്മൾ ഇൻട്രോ ലൈവിൽ പറഞ്ഞതുപോലെ തന്നെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സ് ആണ് കേട്ടോ. സോ PSC എക്കണോമിക്സിൽ ചോദിച്ച PYQ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അനുബന്ധ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉൾക്കൊള്ളിച്ച് പിന്നെ എന്തൊക്കെ പഠിക്കാനുണ്ടോ NCERT-യിൽ SCERT-യിൽ ആ സോഴ്സുകളും വ്യക്തമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. തീർച്ചയായും നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഹൈപ്പ് കൂടെ എനേബിൾ ചെയ്യുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. VFA ആൻഡ് LDC എക്സാം സീരീസ് എക്കണോമിക്സ് PYQ പ്ലസ് റിലേറ്റഡ് ഫാക്ട്. ആദ്യം നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം. 5 മാർക്കാണ് എക്കണോമിക്സിന് വരുന്നത് കേട്ടോ. 5 മാർക്കാണ് എക്കണോമിക്സിന് വരുന്നത്. അതിൽ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികള്, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇത്രയും ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 5 മാർക്കാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചേ, ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ടുള്ള മാറ്റങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ്. ഉദാരവൽക്കരണം കേട്ടോ. നമ്മുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ തൊട്ടു മുമ്പ് സിലബസിൽ കണ്ട നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, അതിലൊന്നാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റങ്ങളിൽ പെടുന്നവ ഏതെല്ലാം, അതായത് ഏതൊക്കെയാണ് മാറ്റങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ശരിയല്ലേ? ഒന്നാമത്തെ ശരിയാണ്. ഒന്നാമത്തെ തീർച്ചയായും ശരിയാണ്. സോ ഒന്നില്ലാത്ത ഓപ്ഷൻ നമുക്ക് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. 2 D എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. കാരണം അവിടെ 2 4 മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ D ക്യാൻസൽ ചെയ്തു. 1 ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കിക്കേ, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ശരിയാണോ? തീർച്ചയായും അതെ അല്ലെ. ഉദാരവൽക്കരണത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. അതും ശരിയാണ്. സോ 1ഉം 2ഉം ശരിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് 1ഉം 2ഉം ഇല്ലാത്ത ഓപ്ഷൻ ഏതായുള്ളത്? ഓപ്ഷൻ സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ഓപ്ഷൻ A ഉണ്ട്, ഓപ്ഷൻ B ഉണ്ട്. അടുത്തതൂടെ നോക്കിയേ, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. ശരിയല്ലേ മക്കളെ? ശരിയല്ലേ? തീർച്ചയായും ശരിയാണല്ലേ. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരി എന്ന് പറയുന്ന യെസ്, ഓപ്ഷൻ B ആണ് നമ്മുടെ ശരി ഉത്തരം. 1ഉം 2ഉം 3ഉം എന്നിവ എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, നമ്മുടെ ചോദ്യങ്ങളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന 2 ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടെത്തുന്നതിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മറികടക്കും. ഓക്കെ ആണല്ലോ. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു എന്നാണ് കേട്ടോ ഈ പറയുന്ന മേഖലയിൽ പഠിക്കാനുള്ളത്. ഇവിടെ കൂട്ടി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 4 തെറ്റിപ്പോയത്. പഠിക്കാലോ അതുമായി ബന്ധപ്പെടുത്തിയിട്ട്. ശരി, ഇവിടെ ശ്രദ്ധിച്ചേ. ആദ്യം നമുക്ക് ഈ പ്രസ്താവനകളൊക്കെ ഒന്ന് വിലയിരുത്താം. ശരിയായ പ്രസ്താവനകളുടെ വിശകലനമാണ് ആദ്യം പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ പ്രസ്താവന, വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള കടുത്ത നിയന്ത്രണങ്ങളും ലൈസൻസ് സമ്പ്രദായവും അഥവാ ഇൻഡസ്ട്രിയൽ ലൈസൻസ് എന്ന് പറയൂ കേട്ടോ. അതായത് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, ലൈസൻസ് സമ്പ്രദായവും എന്ത് ചെയ്തു, ലഘൂകരിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തു. അതാണ് ഒന്നാമത്തെ പ്രസ്താവനയുടെ എക്സ്പ്ലനേഷൻ. ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്താ പറഞ്ഞിരുന്നത്? ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയും വിതരണവും നിയന്ത്രിച്ചിരുന്ന പഴയ കമ്പോള നിയന്ത്രണങ്ങൾ ഭൂരിഭാഗവും സർക്കാർ പിൻവലിച്ചു എന്നാണ് പറയുന്നത്. ഭൂരിഭാഗവും സർക്കാർ എന്ത് ചെയ്തു, പിൻവലിച്ചു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വിദേശ മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിനായി കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപ പരിധി അഥവാ FDI ലിമിറ്റ്സ് വർദ്ധിപ്പിക്കുകയും അനുമതി നൽകുകയും ചെയ്തു. വിദേശ നിക്ഷേപമാണ് പറയുന്നത് കേട്ടോ. വിദേശ നിക്ഷേപ പരിധി വർദ്ധിപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്തു. അത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. സോ ഈ 3 എണ്ണം എന്തായിരുന്നു? ശരിയായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് 4 തെറ്റിയത്? ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. 4ാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റി? ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ഇറക്കുമതി ചുങ്കവും അഥവാ ഇമ്പോർട്ട് ടാരിഫ് എന്ന് പറയും, ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടുകയല്ല ചെയ്തത്, മറിച്ച് വൻതോതിൽ കുറയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, വൻതോതിൽ എന്ത് ചെയ്യുകയാണ്? കുറയ്ക്കുകയാണ് ചെയ്തത്. റിഡക്ഷൻ ഓഫ് ടാരിഫ്സ് ആണ് പറയുന്നത് കേട്ടോ. ആഭ്യന്തര വ്യവസായങ്ങൾ ആഗോള വിപണിയുമായി മത്സരിക്കാനും വിദേശ വ്യാപാരം സുഗമമാക്കാനും വേണ്ടിയാണ് നികുതി നിരക്കുകൾ കുറച്ചത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നികുതി നിരക്കുകൾ കുറച്ചത്? ആഭ്യന്തര വ്യവസായങ്ങൾ ആഗോള വിപണിയുമായി മത്സരിക്കാനും വിദേശ വ്യാപാരം സുഗമമാക്കാനും വേണ്ടിയാണ്
നികുതി നിരക്കുകൾ കുറച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെടുത്തിയ 2 പോയിന്റുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ഞാൻ എക്സ്ട്രാ തരുവാണ്, ഒന്ന് പഠിച്ചേക്കുക കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രി, അതായത് ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു കേട്ടോ. PV നരസിംഹറാവു ആണ്. ഇദ്ദേഹത്തിന്റെ കാലത്താണ് പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. അതിനാൽ ഈ പരിഷ്കാരങ്ങളെ റാവു മൻമോഹൻ മാതൃക എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. റാവു മൻമോഹൻ മോഡൽ എന്നും ഈ പറയുന്ന പരിഷ്കാരങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആരാണ് റാവു? PV നരസിംഹറാവു ആണ്. അദ്ദേഹമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇനി മൻമോഹൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹമായിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രി. ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയും ഉദാരവൽക്കരണത്തിന്റെയും മുഖ്യ ശില്പിയായി ആരെയാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹമായിരുന്നു ആ കാലഘട്ടത്തിലെ കേന്ദ്ര ധനകാര്യമന്ത്രി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇത് ചോദിച്ചിരിക്കുന്ന NCERT ആണോ SCERT ആണോ? സോഴ്സ് നിങ്ങൾക്ക് അറിയണോ അല്ലെ? തീർച്ചയായും സോഴ്സ് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഞാനിത് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് +1 കേട്ടോ. ആദ്യം സോഴ്സ് വരുന്നത് +1 +1 ചാപ്റ്റർ, ആ പുസ്തകത്തിന്റെ പേര് ആദ്യം പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്നാണ്. ഇന്ത്യൻ സാമ്പത്തിക വികസനം +1 ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ അധ്യായം ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ. അധ്യായത്തിന്റെ പേരെന്താണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഓരോ ബോക്സുകളായി തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചേ. ഇന്ത്യയിൽ വിവിധ മാർഗങ്ങളിലൂടെ വ്യവസായ മേഖലകൾക്ക് മുകളിൽ ചില നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിരുന്നു. ഇതാണ് നമുക്ക് 1ാമത്തെ സ്റ്റേറ്റ്മെന്റുമായി പഠിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഇവിടെ തരുന്നുണ്ട്, വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 1ാമത്തെ നോക്കിക്കേ. ഏതൊരു സംരംഭകനും വ്യവസായം തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും എന്തൊക്കെ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നതിനും സർക്കാരിൽ നിന്നുള്ള വ്യാവസായിക അനുമതി ആവശ്യമായിരുന്നു. ആ കാലഘട്ടത്തിലെ കമ്പോള നിയന്ത്രണങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഒട്ടനവധി വ്യവസായങ്ങളിൽ സ്വകാര്യ മേഖലയെ അനുവദിച്ചിരുന്നില്ല. ഒട്ടനവധി മേഖലകൾ എന്ത് ചെയ്തിരുന്നില്ല? സ്വകാര്യ മേഖലയെ അനുവദിച്ചിരുന്നില്ല. സർക്കാർ മാത്രമായിരുന്നു കൈയടക്കി വെച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ 3ാമത്തേതിൽ എന്ത് പറയുന്നു? ചില സാധനങ്ങളുടെ ഉൽപാദനം ചെറുകിട വ്യവസായ മേഖലകൾക്ക് മാത്രമായി നിജപ്പെടുത്തി. അതായത് ചില സാധനങ്ങൾ എന്ത് ചെയ്യണം? അത് ചെറുകിട വ്യവസായ മേഖലകൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, വലിയ മേഖലകൾക്ക് വിൽക്കാൻ അനുമതി ഇല്ലായിരുന്നു. അന്നത്തെ കാലത്താണ് പറയുന്നത്. 4ാമതായി എന്ത് പറയുന്നു? തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വില നിർണയിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഗവൺമെന്റിന്റെ നിയന്ത്രണം നിലനിന്നിരുന്നു. ആ നിയന്ത്രണം നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ 1991 അതിനുശേഷവും തുടങ്ങി പരിഷ്കാര നയങ്ങൾ ഇത്തരത്തിലുള്ള മിക്ക നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞു. ഇതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് ഡീറ്റെയിൽ ആയി തന്ന കാര്യമാണ്. അവിടെ വളരെ സിമ്പിൾ ആയി തന്നിരുന്നത്. ചോദ്യത്തിൽ നിങ്ങൾ കണ്ടതാണല്ലോ അല്ലെ? ചോദ്യത്തിൽ നിങ്ങൾ കണ്ടതാണ് ഈ പറയുന്ന വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു അല്ലെങ്കിൽ ലഘൂകരിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് NCERTയിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ടാണ് തന്നിരുന്നത്. കണ്ടോ? പറയുന്ന പരിഷ്കാര നയങ്ങൾ എന്ത് ചെയ്തു? നിയന്ത്രണങ്ങളും സർക്കാർ എടുത്തു കളഞ്ഞു. ഇതാണ് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിച്ചത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഞാൻ എന്തിനാ ഇങ്ങനെ പല ബോക്സ് ഞാൻ പല കളറിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പല സൈഡിലായിട്ടാണ് ഉത്തരം കിടക്കുന്നത്. സോ ഞാൻ ഒന്നിച്ചെടുത്തിരിക്കുവാണ്. ഇതാണ് നമുക്ക് 1ാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇതാണ് ഒറിജിനൽ സോഴ്സ്, NCERT ആണ്. ഇനി നോക്കിയേ, അടുത്ത 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇതിലാണ്. ഈ റെഡ് ബോക്സ് നോക്കൂ. രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവോർജ ഉൽപാദനം, റെയിൽ ഗതാഗതം എന്നീ വ്യവസായങ്ങൾ മാത്രമാണ് പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തത്. ഈ പറയുന്ന മേഖലകൾ എന്ത് ചെയ്തു? ഇത് പൊതുമേഖലയ്ക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തു. ചെറുകിട വ്യവസായ മേഖലകളിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെന്റ് ഇല്ലാതാക്കി. കണ്ടോ? ഒരുപാട് എന്ത് ചെയ്തു? ഈ പറയുന്ന ഗവൺമെന്റ് ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെന്റ് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്ന വിലയുടെ നിയന്ത്രിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. ഇതാണ് കമ്പോള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നത് നമ്മുടെ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്ന ബോക്സ് ആണത്. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഇത് വിപണിയെ അനുവദിച്ചു എന്ന് പറയുമ്പോൾ സർക്കാർ ആ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു എന്നാണ് അർത്ഥം. കണ്ടോ? വില നിയന്ത്രിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. ഇതാണ് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? ഇനി 3ാമത്തെ ഈ ഗ്രീൻ ബോക്സ് നോക്കിയേ. പരിഷ്കാര നയത്തിന്റെ ഫലമായി നിരവധി സ്വകാര്യ ബാങ്കുകൾ അഥവാ ഇന്ത്യൻ വിദേശ ബാങ്കുകളും വിദേശ ബാങ്കുകളും നിലവിൽ വന്നു. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ടുവന്നു. ഇത് തന്നെയാണ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ അവിടെ കണ്ടതല്ലേ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇവിടെ നോക്കിയേ, വിദേശ നിക്ഷേപം, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു എന്ന് പറയുന്നത്. അത് നമ്മുടെ 3ാമത്തെ ബോക്സിൽ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ടുവന്നു. ഇതായിരുന്നു 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്. സിമ്പിൾ ആയിട്ട് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കിയേ, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള
അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, അതേപോലെ തന്നെ ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക. കണ്ടോ, ഈ പറയുന്ന ഒരൊറ്റ പോയിന്റ് ആണ് അവിടെ തെറ്റിച്ച് തന്നിരുന്നത്. കൂട്ടി എന്നാ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ നമ്മൾ കണ്ടല്ലേ, ഇതാ കണ്ടോ, ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി എന്ന് പറയുന്നത് തെറ്റായിരുന്നു. കാരണം നമുക്കിവിടെ NCERT സോഴ്സിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു. ഇനി ഇതോടെ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇറക്കുമതിക്ക് ആവശ്യമായ അനുമതി നൽകൽ നടപടികൾ ഒഴിവാക്കുക, അപകടകരവും പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നതുമായ വ്യവസായങ്ങൾക്കൊഴികെ മറ്റെല്ലാ വ്യവസായങ്ങൾക്കും ഇറക്കുമതി അനുമതി പത്രം ഇല്ലാതാക്കി. 2001 ഏപ്രിൽ മുതൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം പൂർണ്ണമായും ഇല്ലാതാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിന് കയറ്റുമതി ചുങ്കം പൂർണ്ണമായും ഒഴിവാക്കി എന്നാണ് പറയുന്നത്. കണ്ടോ, ഈ പറയുന്ന ഒരൊറ്റ ബോക്സിൽ നിന്നാണ് ആ പറയുന്ന ഒരൊറ്റ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആയി ചോദിച്ചത്. സോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇത് NCERT സോഴ്സ് ആണ്. +1 ചാപ്റ്ററിന്റെ പേര് വ്യക്തമായി ഞാൻ പറഞ്ഞു, 3ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നത്. ഉദാരവൽക്കരണം മാത്രമല്ല, സ്വകാര്യവൽക്കരണമുണ്ട്, ആഗോളവൽക്കരണമുണ്ട് കേട്ടോ. ചാപ്റ്റർ ഒന്ന് നോക്കി വെച്ചേക്കാം. 3ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിങ്ങനെ നോക്കി വെക്കാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ ആണല്ലോ മക്കളെ? സോ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ മടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് സിലബസിൽ നിന്ന് വന്ന ചോദ്യമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. ഏതാണ് ഉൾപ്പെടുന്നത്? ഇവിടെ നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്നേ. നോട്ട് അച്ചടിച്ചിറക്കൽ, അതേപോലെ തന്നെ വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ഇതെല്ലാം ആരുടെ ഫംഗ്ഷൻ ആണ്? ഇതെല്ലാം RBIയുടെ ഫംഗ്ഷൻ ആണ്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതെല്ലാം കേന്ദ്ര ബാങ്ക് അഥവാ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങളാണ്. ഇതിലെ ഓപ്ഷൻ D മാത്രമാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ആരുടെ ധർമ്മമായിട്ട് വരുന്നത്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മമായിട്ട് വരുന്നത്. ഓപ്ഷൻ D മാത്രമാണ് തന്നിരിക്കുന്നതിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓപ്ഷൻ D ആണ് ശരി കേട്ടോ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. വിശദീകരിക്കാം, ശ്രദ്ധിച്ചേ. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ ഞാൻ ഇവിടെ തരുന്നുണ്ട്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ. ലാഭേച്ഛയോടെ പഠിച്ചു വെച്ചേക്കണോട്ടോ. ഡെഫിനിഷൻ ആണ് പറയുന്നത്. ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ. ഉദാഹരണം SBI, ഫെഡറൽ ബാങ്ക് മുതലായ എല്ലാ ബാങ്കുകളും. ഇവയുടെ പ്രധാന ധർമ്മങ്ങൾ താഴെ പറയുന്നവയാണ്. ഏതൊക്കെയാണ് പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്? അതിൽ ഒന്നാമത്തേതാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. പൊതുജനങ്ങളിൽ നിന്നും സേവിങ്സ്, കറണ്ട്, ഫിക്സഡ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. അതിനാൽ ഓപ്ഷൻ D എന്താണ്? ശരിയാണ് അല്ലെ? അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് സേവിങ്സ്, കറണ്ട്, ഫിക്സഡ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് വാണിജ്യ ബാങ്കുകളുടെ ഒന്നാമത്തെ ധർമ്മമാണ്. ഇനി രണ്ടാമത്തേത് വായ്പകൾ നൽകുക, അഡ്വാൻസിങ് ലോൺസ് എന്നാ പറയുന്നത്. വായ്പകൾ നൽകുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വായ്പകൾ നൽകുക എന്നാണ് പറയുന്നത്. കൃഷി, വ്യവസായം, വീട് നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് കൃഷി, വീട് നിർമ്മാണം, വ്യവസായം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വായ്പ നൽകുക അല്ലെങ്കിൽ വായ്പ അനുവദിക്കുക എന്ന് പറയുന്നതും ആരുടെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ ധർമ്മമാണ്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മമാണ്. ഇനി ഇവിടെ നോക്കിയേ, ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സവിശേഷ ധർമ്മങ്ങളാണ് വാണിജ്യ ബാങ്കുകളുടെ എല്ലാം. ഒന്നാമത്തേത് നോട്ട് അച്ചടിച്ചിറക്കലാണ്, ഇഷ്യൂ ഓഫ് കറൻസി. ഇന്ത്യയിൽ നാണയങ്ങളും ₹1 നോട്ടുമൊഴികെ ₹1 എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കാനുള്ള കുത്തക അധികാരം ആർക്കാണ്? RBIക്കാണ്. രണ്ടാമത്തേത് വായ്പ നിയന്ത്രിക്കൽ. രാജ്യത്തെ പണപ്പെരുപ്പം, വിലക്കയറ്റവും നിയന്ത്രിക്കുന്നതിനായി വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളുടെ അളവ് RBI വിവിധ നിരക്കുകൾ വഴി നിയന്ത്രിക്കുന്നു. അതാണ് റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ. അതൊക്കെ നമ്മൾ ഡിഗ്രി ലെവൽ എടുക്കുന്ന സമയത്ത് വ്യക്തമായി പറഞ്ഞതാണ് കേട്ടോ. ക്ലാസ്സുകളൊന്നും കണ്ടേക്കുക, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നോക്കിയേ, സർക്കാരിന്റെ ബാങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതും സർക്കാരുകൾക്ക് ആവശ്യമായ സാമ്പത്തിക ഉപദേശങ്ങൾ നൽകുന്നതും RBI ആണ് എന്നാണ് പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ സോഴ്സ് ഏതാണ്? NCERT ആണോ SCERT ആണോ? NCERT ആണ് കേട്ടോ. +2 സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ടെക്സ്റ്റ് ബുക്കിന്റെ പേര്. +2 സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അതിലെ ചാപ്റ്ററിന്റെ പേര് പണവും ബാങ്കിങ് സംവിധാനവും എന്നാണ്. പണവും ബാങ്കിങ് സംവിധാനവും. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേന്ദ്ര ബാങ്കിനെ കുറിച്ച്, RBI കുറിച്ച് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ആധുനിക സമ്പദ് വ്യവസ്ഥയിലെ, അതായത് ഈ കുറച്ച് ക്ലാരിറ്റി നിങ്ങൾക്ക് കുറവുണ്ടാവും. മലയാളം ടെക്സ്റ്റ് ബുക്കിന് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കുറവുണ്ട് NCERTയുടെ വെബ്സൈറ്റിൽ. ഓക്കെ,
ആധുനിക സമ്പദ്ഘടനയിലെ പ്രധാന സ്ഥാപനങ്ങളിലൊന്ന് കേന്ദ്ര ബാങ്കാണ്. മിക്ക രാഷ്ട്രങ്ങൾക്കും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ട്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിന്റെ പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് സ്ഥാപിതമായത് 1935 കേട്ടോ. ഓർത്തു വെച്ചേക്കുക, 1935 35 എന്ത് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് സ്ഥാപിതമാവുന്നത്. കേന്ദ്ര ബാങ്ക് നിരവധി പ്രധാന ചുമതലകൾ നിർവഹിക്കുന്നു. രാജ്യത്തിന് ആവശ്യമായ കറൻസി അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ബാങ്കാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു അല്ലെ, കറൻസി അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ബാങ്കാണ്. രാജ്യത്തിന്റെ പണപ്രദാനത്തിന്റെ അടിസ്ഥാനമാണ്. ഇതെന്താണ്, രാജ്യത്തിന്റെ പണപ്രദാനത്തിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ എത്ര പണം പ്രദാനം ചെയ്യണമെന്ന് ബാങ്ക് നിരക്ക്, തുറന്ന കമ്പോള നടപടികൾ, വിവിധ കരുതൽ നിരക്കുകൾ, ഈ മാർഗങ്ങളിലൂടെ കേന്ദ്ര ബാങ്കാണ് നിയന്ത്രിക്കുന്നത്. രണ്ടാമത്തെ നമ്മുടെ ഓപ്ഷൻ ആയിരുന്നു അല്ലെ. ഇവിടെ തന്നിരുന്ന ഈ ഓപ്ഷൻ കണ്ടോ നിങ്ങൾ, വായ്പ നിയന്ത്രിക്കൽ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വായ്പ നിയന്ത്രിക്കല്, ബാങ്ക് നിരക്ക്, തുറന്ന കമ്പോള നടപടികൾ അഥവാ വിവിധ കരുതൽ നിരക്കുകൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെ കേന്ദ്ര ബാങ്ക് നിയന്ത്രിക്കുന്നു. സർക്കാരിന്റെ ബാങ്കറായും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. കണ്ടോ, സർക്കാരിന്റെ ബാങ്കായും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. സോ വ്യക്തമായിട്ട് മനസ്സിലായില്ല, ഒരൊറ്റ പാരഗ്രാഫിൽ നിന്നാണ് ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. സമ്പദ്ഘടനയിൽ വിദേശ നിക്ഷേപ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരനും കേന്ദ്ര ബാങ്കാണ്. ബാങ്കിങ് സംവിധാനത്തിലെ ഒരു നേതൃ ബാങ്കും ആയി ഇത് എന്ത് ചെയ്യുന്നു, സേവനം അനുഷ്ഠിക്കുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരൊറ്റ പാരഗ്രാഫിലാണ് അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇനി വാണിജ്യ ബാങ്കുകളെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. വാണിജ്യ ബാങ്കുകൾ എന്തൊക്കെയാണ് പറയുന്നത്, സമ്പദ്ഘടനയിൽ പണം പ്രദാനം ചെയ്യുന്ന സംവിധാനത്തിന്റെ മറ്റൊരു ഭാഗമാണ് വാണിജ്യ ബാങ്കുകൾ. ഇവ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും, കണ്ടോ, ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും അതിന്റെ ഒരു ഭാഗം ആവശ്യക്കാർക്ക് വായ്പയായി നൽകുകയും ചെയ്യുന്നു. അതിന്റെ ഒരു ഭാഗം ആവശ്യക്കാർക്ക് വായ്പയായി നൽകുകയും ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന വാണിജ്യ ബാങ്കുകളാണ് കേട്ടോ. വാണിജ്യ ബാങ്കുകളാണ്. ഇനി അതിന് താഴെ നോക്കിക്കേ, നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്ക് കുറവും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്ക് കൂടുതലുമായിരിക്കും. ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്ക് കുറവും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്ക് കൂടുതലുമായിരിക്കും. അതായത് ഈടാക്കുന്ന പലിശ നിരക്ക് കൂടുതലും കൊടുക്കുന്ന പലിശ നിരക്ക് കുറവുമായിരിക്കും. ഈ പലിശ നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ബാങ്കിന് ലഭിക്കുന്ന ലാഭമാണ്. ഇത് വ്യാപനം അഥവാ സ്പ്രെഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പക്കൽ മിച്ചമുള്ള പണം സ്വീകരിച്ച് പണം ആവശ്യമുള്ളവർക്ക് എത്തിക്കുന്ന മധ്യവർത്തിയായി വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. പണം മിച്ചമുള്ളവർ അത് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. പണം ആവശ്യമുള്ളവർ വിവിധ ആവശ്യങ്ങൾക്കായി ഭവന വായ്പ, കാർഷിക വായ്പ എന്നിങ്ങനെ വായ്പ എടുക്കുന്നു. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ നൽകുന്നതിനാൽ ആളുകൾ പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ആവശ്യമുള്ളവരും മിച്ചമുള്ളവരും എന്ത് ചെയ്യുന്നു, ബാങ്കിൽ നിക്ഷേപിക്കുന്നു. മറ്റുള്ള ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകപ്പെടുന്നു. എന്ത് ചെയ്യുക, റൊട്ടേഷൻ നടക്കുവാണ്. ഒരു മധ്യവർത്തിയായിട്ടാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്, വാണിജ്യ ബാങ്കുകൾ കേട്ടോ. ഓക്കെ ആണല്ലോ. സോ അത് ക്ലിയർ ആയി. വ്യക്തമായിട്ട് ഞാൻ സോഴ്സ് പറഞ്ഞു, NCERT ആണ്, ചാപ്റ്റർ ഏതാണെന്ന് പറഞ്ഞു, സോഴ്സ് ഞാൻ കാണിച്ചു തന്നു. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. SCERT ആണെങ്കിൽ SCERT പഠിക്കും, NCERT ആണെങ്കിൽ NCERT പഠിക്കും. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് വെച്ചോളാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. VFA ആൻഡ് LDC എന്നാണ് പ്ലേലിസ്റ്റിന്റെ പേര്. അവിടെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. നോക്കുക, നന്നായിട്ട് പഠിക്കുക. ശരി, മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ, സിലബസ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നാണ്. അവിടെ ഈ പറയുന്ന കാർഷിക കാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഇവിടെ നോക്കിയേ, ആദ്യം തന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഖാരിഫ് എന്താണ്, നെല്ലാണ്. ശരിയാണ്, ഒന്ന് ശരിയാണ് അല്ലെ. സോ ഒന്ന് വരാത്ത എത്ര ഓപ്ഷൻ ഉണ്ട്, ഒന്ന് വരാത്ത ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി റാബി പരുത്തിയാണോ, റാബി പരുത്തിയല്ല. നമുക്കറിയാം അല്ലെ, പരുത്തി ഏതാണ്, ഖാരിഫാണ്. സോ റാബി പരുത്തി എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടും തെറ്റാണ്. രണ്ട് തെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് വരുന്ന ഓപ്ഷൻസ് നമുക്ക് കളയാം. ഇവിടെ രണ്ട് വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഒന്ന് മാത്രം വരുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇവിടെ ശരിയായതാണ് ചോദിച്ചത് കേട്ടോ, ശരിയായതാണ് ചോദിച്ചത്. സെയ്ദ് പഴവർഗ്ഗങ്ങളാണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം അല്ലെ. സെയ്ദ് പഴവർഗ്ഗങ്ങളാണ്. തണ്ണീർമത്തൻ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കോഡൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം മുൻപ്. ഓക്കെ, അപ്പോൾ 1, 3 ശരിയാണ്. ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ ശരി. റാബി പരുത്തിയല്ല, പരുത്തി ഖാരിഫാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ കാർഷിക കാലങ്ങളെ കുറിച്ച് സിമ്പിൾ ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഖാരിഫ് കാലം ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ കാലയളവ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ തുടക്കത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ വിതച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിളവെടുക്കുന്നു. എന്താ പറയുന്നത്, തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തുടങ്ങിയിട്ട് ജൂൺ ടു ജൂലൈ മാസങ്ങളിൽ വിതയ്ക്കുന്നു, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിളവെടുക്കുന്നു. ഏതൊക്കെയാണ് പ്രധാന വിളകള്, നെല്ല്, ചോളം, കമ്പം. കമ്പത്തിന് മറ്റൊരു പേരാണ് കേട്ടോ, ബജ്ര. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ബജ്ര എന്നാണ് ചോദിക്കാറ്. നെല്ല്, ചോളം, ബജ്ര. ചാമ, ചാമ എന്ന് പറഞ്ഞാൽ ജോവറാണ്, ജോവർ. പരുത്തി, ജൂട്ട്, നിലക്കടല, സോയാബീൻ. ഇതെല്ലാം എന്താണ്,
ഖാരിഫ് വിളകളാണ്. നെല്ല് ഒരു പ്രധാന ഖാരിഫ് വിളയായതിനാൽ ഒന്നാമത്തെ ജോഡി ശരിയാണ്, നമുക്കറിയാം അല്ലെ. അടുത്തത് റാബി കാലമാണ്. റാബി കാലം ഇവിടെ ശീതകാലത്തിന്റെ തുടക്കത്തിൽ അഥവാ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിതച്ച് വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ അഥവാ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് റാബി കാലം എന്ന് പറയുന്നത്. പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, കടല, കടുക്, പയർവർഗ്ഗങ്ങളാണ് കേട്ടോ. ഗോതമ്പ്, ബാർലി, കടല, കടുക്, പയർവർഗ്ഗങ്ങൾ. ഓക്കെ, നമുക്ക് ചോദ്യത്തിൽ വന്നത് പരുത്തി എന്ന് പറയുന്നത് റാബി എന്നായിരുന്നു, പക്ഷെ അത് ഖാരിഫ് ആണെന്ന് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇനി സെയ്ദ് കാലം, അവിടെ കാലയളവ് പറയുന്നത് റാബി കാലത്തിനും ഖാരിഫ് കാലത്തിനും ഇടയിലുള്ള ചൂടുകൂടിയ വേനൽക്കാല മാസങ്ങളിൽ അഥവാ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ഹ്രസ്വകാല കൃഷിയാണ് സെയ്ദ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന വിളകൾ ഏതെല്ലാമാണ്? തണ്ണിമത്തൻ, ഞാൻ പറഞ്ഞില്ലേ, തണ്ണിമത്തൻ, കക്കരി, വെള്ളരി, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, കന്നുകാലിത്തീറ്റകളൊക്കെ ഇതിന് പ്രധാനമാണ് കേട്ടോ. തണ്ണിമത്തനും ഈ പറയുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അതാ കൂടുതൽ ചോദിക്കാറ് സെയ്ദ് കാലത്തിന്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കും, ഞാൻ ജസ്റ്റ് ഒരു കോഡ് പോലെ അല്ലെങ്കിൽ ഒരു ടേബിൾ പോലെ തന്നിരിക്കും, നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് നോക്കാം. കാർഷിക കാലം, വിതയ്ക്കുന്ന സമയം, വിളവെടുക്കുന്ന സമയം, പ്രധാന വിളകൾ. ഇവിടെ നോക്കിക്കേ, ആദ്യം നമ്മൾ ഖാരിഫ് നോക്കുന്നു. ഖാരിഫ് ജൂൺ ടു ജൂലൈ ആണ് വിതയ്ക്കുന്നത്, വിളവെടുക്കുന്നത് ഒക്ടോബർ ടു നവംബർ ആണ്. നെല്ല്, പരുത്തി, ചോളം, നിലക്കടലയാണ്. അടുത്തത് റാബി ആണെങ്കിൽ ഒക്ടോബർ മുതൽ നവംബർ വരെ വിതയ്ക്കുന്നു, വിളവെടുക്കുന്നത് ഏപ്രിൽ ടു മെയ് ആണ്. ഗോതമ്പ്, ബാർലി, കടുക്, കടലയാണ് ഇത് ഈ പറയുന്ന റാബിയുടേത്. അടുത്തത് സെയ്ദ്, മാർച്ച് ഏപ്രിൽ വിതയ്ക്കുന്നു, മെയ് ജൂണിൽ എന്ത് ചെയ്യുന്നു? വിളവെടുക്കുന്നു. തണ്ണിമത്തൻ, വെള്ളരി, പഴവർഗ്ഗങ്ങൾ എന്തെല്ലാം ഇതിലാണ്? സെയ്ദ് ആണ്. ഓക്കെ, സിമ്പിൾ ഒരു ടേബിൾ ആയി തന്നതാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സോഴ്സ് വെച്ച് തന്നെ നോക്കാം. ഇതിന്റെ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സോഴ്സ് SCERT ആണ്. ഇത് പഠിക്കാൻ പറ്റിയ സോഴ്സ് SCERT ആണ്, നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കിക്കേ, സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 7ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് അങ്ങ് പഠിക്കാം. ഓക്കെ, സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 സ്റ്റാൻഡേർഡ് 7 ആണ്, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. ഇനി ശ്രദ്ധിച്ചേ, ഭൂമിയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർബല്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായും മാറുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന വിളകൾ. അപ്പോൾ ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ എന്താ കൃഷി ചെയ്യുന്നത്? നെല്ലാണ്. മിതമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലെ പ്രധാന ധാന്യവിള എന്ന് പറയുന്നത് ഏതാണ്? ഗോതമ്പാണ്. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു? പയർവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോരുന്നുണ്ട്. ഇത് അതിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ് കേട്ടോ. ഇനിയാണ് ആ ടേബിൾ, ഞാൻ നേരത്തെ കാണിച്ച ടേബിൾ SCERT വളരെ സിമ്പിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, വിള എന്ന് പറയുന്നത് നെല്ലാണ്. നെല്ല് എന്ന് പറഞ്ഞാൽ ഖാരിഫ് ആണെന്ന് നമുക്കറിയാം അല്ലെ, ഖാരിഫ് ആണ്. ധാരാളം ജലം ആവശ്യമാണ്. ധാരാളം ജലം ആവശ്യമാണ്. വിത്ത് വിതയ്ക്കുന്നത് എപ്പോഴാണ്? ജൂണിലാണ്. വിളവെടുക്കുന്ന മാസം സെപ്റ്റംബർ ആണ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. SCERT ഞാൻ പറഞ്ഞല്ലോ, സോഴ്സിന്റെ മാറ്റങ്ങൾ വരും. അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ജൂൺ മുതൽ എന്ത് ചെയ്യുന്നു? ഖാരിഫ് ആരംഭിക്കുന്നു, സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് വിളവെടുക്കുന്നു. അടുത്തത് ഗോതമ്പാണ്. ഗോതമ്പ് മിതമായ അളവിലാണ് ജലം ആവശ്യമായി വരുന്നത്. ഒക്ടോബറിലാണ് വിത്ത് വിതയ്ക്കുന്നത്, മാർച്ചിലാണ് വിളവെടുക്കുന്നത്. ഇനി തണ്ണിമത്തൻ എന്ന് പറയുന്നത് സെയ്ദ് ആണല്ലേ, സെയ്ദ് ആണ്. സെയ്ദ് എന്ന് പറഞ്ഞാൽ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ജലസേചന സൗകര്യം ആവശ്യമാണ്. ഇവിടെ ഏപ്രിൽ മാസത്തിലാണ് വിത്ത് വിതയ്ക്കുന്നത്. അതേപോലെ തന്നെ വിളവെടുക്കുന്ന എപ്പോഴാണ്? ജൂണിൽ വിളവെടുക്കും. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈക്കിളിലാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം തന്നിരിക്കുന്ന നോക്കിയേ, ഇതിന്റെയൊക്കെ പേരാണ് ഖാരിഫ്, റാബി, സെയ്ദ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതലായതിനാൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരി, ചോളം, ബജ്ര, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഖാരിഫ് SCERT പറയുന്നത് നെല്ല്, പരുത്തി, ചണം, അരി, ചോളം, ബജ്ര, തുവരയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി ആവശ്യമുള്ള ഗോതമ്പ്, കടുക് മുതലായവ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ടേബിളിൽ നോക്കിയാൽ ഒക്ടോബർ മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ അതിന് തൊട്ട് താഴെ തന്ന സ്റ്റേറ്റ്മെന്റിൽ നവംബറും ഒക്ടോബറും തന്നിട്ടുണ്ട്. അതേ തന്നെയാണ് കേട്ടോ പറയാനുള്ളത്. കാരണം കൃഷിയുടെ കാര്യമാണ്, നമുക്ക് ഒരു മാസം വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്കാൻ വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത് ഒക്ടോബറിലായിരിക്കാം അല്ലെങ്കിൽ നവംബറിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? ഇനി നോക്കിക്കേ, റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കൃഷിക്കാലമാണ് സെയ്ദ്. ഇവിടെ തണ്ണിമത്തൻ, ഞാൻ പറഞ്ഞില്ലേ തണ്ണിമത്തൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു.
ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? സോ SCERTയിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. ചെറിയൊരു ചാപ്റ്റർ അല്ല, അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ, NCERT SCERT എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മിക്സപ്പ് ആയിട്ടാണ് വരുന്നത്. ചിലത് NCERT മാത്രമേ ചോദിക്കൂ, ചിലത് SCERT മാത്രമേ ചോദിക്കൂ, ചിലതിൽ എന്ത് ചെയ്യും, SCERTയും ചോദിക്കും, NCERTയും ചോദിക്കും. അപ്പൊ ചോദ്യങ്ങൾ അങ്ങനെയും വരും. നമ്മൾ എന്ത് ചെയ്യും, വ്യക്തമായിട്ട് അങ്ങ് പഠിച്ചു പോകും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അതിനു മുമ്പ് ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സാർ ഈ VFAയുടെ ക്ലാസിന്റെ LDCയുടെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കമന്റിൽ വരുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ അത് കഷ്ടപ്പെടേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കേ. ഞാൻ എല്ലാ കമന്റുകളും ചിലപ്പോൾ കാണില്ല, ഒരുപാട് നമ്മൾ ഡെയിലി ക്ലാസ്സസ് അല്ലേ, എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. സോ ഓരോ ക്ലാസ്സസ് അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. എല്ലാ കമന്റുകളും ശ്രദ്ധയിൽ പെട്ടെന്ന് വരില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, VFA LDC ഇത് നമ്മുടെ കോഴ്സ് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് നമ്മൾ എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് VFAക്ക് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് LDCക്ക് പഠിക്കേണ്ടത്, എന്താണ് സിലബസ്, എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ വ്യക്തമായിട്ട് പറയുന്ന ഇൻട്രോ ക്ലാസ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾ കണ്ടേക്കുക. സോ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ഇനി പ്ലേലിസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വ്യക്തമായ പ്ലേലിസ്റ്റ് ഉണ്ട്. ഓക്കെ, വ്യക്തമായ പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ. VFA LDC എന്ന് പറയുന്നതാണ് നമ്മുടെ പ്ലേലിസ്റ്റ്. ഇപ്പൊ നിങ്ങൾ 2 വീഡിയോ എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി നോക്കുന്ന സമയത്ത് 5-6 വീഡിയോകളായിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഞാനിത് PDF തയ്യാറാക്കുന്ന സമയത്ത് എടുത്തതാണ്. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. ഇത് എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റഡ് ടുഡേ എന്ന് കാണിക്കുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഈ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്ക് എല്ലാ ദിവസവും എന്തുണ്ട്, ക്ലാസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 8:17 എല്ലാ ദിവസവും രാവിലെ 8:17 നമുക്ക് ക്ലാസ് ഉണ്ട്. സോ വ്യക്തമായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ. ഓക്കെ ആണല്ലോ? ശരി, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ, ധാതുക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. സിലബസ് ഞാൻ ഇതിനാണ് കാണിച്ചു തന്നത്. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് വരും, സാർ ഇത് ജിയോഗ്രഫിയിൽ ഉള്ളതല്ലേ? ജിയോഗ്രഫി അല്ല, നമ്മുടെ സിലബസിൽ ധാതുക്കളും കൃഷി രീതികളും ഒക്കെ പഠിക്കാനുണ്ട്. ഞാൻ മുകളിൽ സിലബസ് കാണിച്ചല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉള്ള സിലബസ് ഒന്ന് പോയി നോക്കുക കേട്ടോ. അപ്പൊ നോക്കിയേ, ഈ ഇരുമ്പയിര് ഖനന മേഖല, ഇരുമ്പ് എന്ന് പറയുന്നത് ധാതുവാണെന്ന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ? അങ്ങനത്തെ ഡൗട്ട് ഒന്നും ചോദിക്കരുത് കേട്ടോ. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇവിടെ ഇതില് തെറ്റായ ജോഡിയാണ് കേട്ടോ. ചോദ്യം ആദ്യം ശ്രദ്ധിക്കണേ. മുകളിൽ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡിയാണ് നമ്മൾ എടുക്കേണ്ടത്, തെറ്റായത്. അപ്പൊ നമുക്കിത് കാണുന്ന സമയത്ത് തന്നെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. തെറ്റായത് തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ഒരുപാട് നിങ്ങൾക്ക് അറിയില്ല. ഈ പറയുന്ന ഒഡീഷ സുന്ദർഗഡ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ കണ്ടിരുന്നവർക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഒന്ന് ശരിയാണ് അല്ലെ? ഒന്ന് ശരിയാണ്. ഇവിടെ കർണാടകം നീലഗിരി എന്നാ പറയുന്നത് തെറ്റാണ്. കർണാടകയല്ല നീലഗിരി, തമിഴ്നാടാണ് നീലഗിരി കേട്ടോ. അതായത് സ്ഥലത്തിന്റെ, ഞാൻ പറയുന്ന ബയോസ്ഫിയർ റിസർവിന്റെ കാര്യമല്ല, ഇരുമ്പയിര് ഖനന മേഖലയെ കുറിച്ചാണ് പറയുന്നത്. അത് തമിഴ്നാടാണ് വരുന്നത്. നമുക്ക് സോഴ്സിൽ വ്യക്തമായിട്ട് പഠിക്കാം. സോ 2 തെറ്റാണ്. 2 തെറ്റ് എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നുണ്ട്? 2 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആണ്. 2 മാത്രം തെറ്റാണ് കേട്ടോ. 2 മാത്രം തെറ്റാണ്. തമിഴ്നാട് സേലം ശരിയാണ്. ജാർഖണ്ഡ് സിംഗം ശരിയാണ് കേട്ടോ. ഓക്കെ, ഒഡീഷ സുന്ദർഗഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചേ, ഒഡീഷ സുന്ദർഗഡ് എന്നാ പറയുന്നത്. ഒഡീഷ സുന്ദർഗഡ് ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഒരു ഇരുമ്പയിര് ഖനന മേഖലയാണ് സുന്ദർഗഡ്. മയൂർഭഞ്ച്, ഈ പറയുന്ന കൊങ്കുഞ്ചാർ എന്ന് പറയുന്നത് കേട്ടോ, കൊങ്കുഞ്ചാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാം എന്താണ്, പ്രധാന കേന്ദ്രങ്ങളാണ്. ഇനി കർണാടക നീലഗിരി എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ? നീലഗിരി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്, കർണാടകത്തിലല്ല. കർണാടകത്തിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ബെല്ലാരി, വിജയനഗര, ചിക്മാംഗ്ലൂർ, ബാബാബദൂർ കുന്നുകൾ, കുദ്രൈമുഖ്, ഇതെല്ലാം എന്താണ്, ഈ പറയുന്ന കർണാടകയിലാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നീലഗിരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണെന്ന് പഠിച്ചു വെച്ചേക്കുക. കർണാടകയിൽ ഏതൊക്കെയാണ്? ബെല്ലാരി, ചിക്മാംഗ്ലൂര്, അതേപോലെ തന്നെ കുദ്രൈമുഖ്, ചിത്രദുർഗ, ഇതെല്ലാം എന്താണ്, കർണാടകത്തിലെയാണ്. തമിഴ്നാടാണ് സേലം ശരിയാണ്. തമിഴ്നാട്ടിലെ സേലം നീലഗിരിയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ സേലം നീലഗിരി ഈ ജില്ലയിലാണ് മാഗ്നറ്റൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഇരുമ്പയിര് പ്രതിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. ഇവിടെ മാഗ്നറ്റൈറ്റിനെ കുറിച്ച് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഇരുമ്പയിരിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ മാഗ്നറ്റൈറ്റും അവിടെ വരുന്നുണ്ട്. മാഗ്നറ്റൈറ്റ് എന്താണ് ഇരുമ്പിനുമായിട്ട് പ്രത്യേകത? ഈ ഇരുമ്പയിരിന്റെ മറ്റൊരു ധാതു, അതിന്റെ ഒരു അയിരിന്റെ പേരാണ് മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റും. അറിയാലോ അല്ലെ? എല്ലാവർക്കും അറിയാം. ഞാൻ ഓൾറെഡി ഇത് കെമിസ്ട്രി എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞാണ്. അയിരുക്കളും ധാതുക്കളും എന്ന് പറയുന്ന ഭാഗത്ത് ഇരുമ്പിന്റെ അയിരുകളാണ് ഇതൊക്കെ, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അപ്പൊ മാഗ്നറ്റൈറ്റിന്റെ വിഭാഗത്തിൽപ്പെട്ട നിക്ഷേപങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്, സേലത്തിലും നീലഗിരിയിലും. ഇനി ജാർഖണ്ഡ്, ഇവിടെ സിംഗ്ഭൂ ആണ്. ജാർഖണ്ഡിലെ സിംഗ്ഭൂ ജില്ല ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ഇരുമ്പയിര് ഖനന മേഖലയാണ്. നോവാമുണ്ടി, ഗുവ എന്നിവ ഇവിടുത്തെ പ്രശസ്തമായ ഖനികളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഞാൻ കുറച്ച് എക്സ്ട്രാ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സോഴ്സ് നോക്കിക്കേ, +2 NCERT ആണ് കേട്ടോ. +2 ലെ
ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നാണ്. ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും. യൂണിറ്റിന്റെ പേര് അധ്യായം 7 ആണ് കേട്ടോ. യൂണിറ്റ് 3 അധ്യായം 7 ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളുമാണ്. ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും വായിക്കാലോ. ഇവിടെ നോക്കിയേ, ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ ഏതാണ്ട് 95% സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ്. ഓൾറെഡി പറഞ്ഞ സാധനങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഓപ്ഷനിലും ഉണ്ട്. ഇവിടെ നോക്കിയേ, ആദ്യത്തെ പോയിന്റ് ഒഡീഷയിൽ സുന്ദർഗഡ്, മയൂർഭഞ്ച്. ഈ സുന്ദർഗഡല്ലേ നമുക്ക് ഓപ്ഷനിൽ തന്നത്, ഒഡീഷയിലെ സുന്ദർഗഡ്. അപ്പൊ അതെന്താണ്, സോഴ്സ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മയൂർഭഞ്ച്, ജാറ് എന്നിവ മലനിരകളിലായിട്ടാണ് ഇരുമ്പയിര് കാണപ്പെടുന്നത്. ഗുരുമാഹി സാനി, സുലൈപ്പെട്ട്, ബദാംബഹർ മയൂർഭഞ്ച് ആണ്. കിറുബറു കേന്ദുർനാടാണ്. ബൊണായി കണ്ടോ, ബൊണായി എന്ന് പറയുന്ന സുന്ദർഗഡ് എന്നിവയാണ് പ്രധാന ഖനികൾ. ആ ഖനികളുടെ പേരാണ് കേട്ടോ, അത് ഓർത്ത് വെക്കേണ്ട, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഒഡീഷയിലെ സുന്ദർഗഡ് എവിടെയാണ്, മയൂർഭഞ്ച് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. മയൂർഭഞ്ച് പിവയ്ക്കുമാണ്. ഒഡീഷയിലെ സുന്ദർഗഡും മയൂർഭഞ്ചും അത് ഒഡീഷയാണ്. ഇനി ഇതിന് സമാനമായി ജാർഖണ്ഡിലെ മലനിരകളിൽ ചില പഴയ ഇരുമ്പയിര് ഖനികളുണ്ട്. ഇവയെ ചുറ്റിപ്പറ്റിയാണ് മിക്കവാറും ഇരുമ്പുരുക്ക് ശാലകളും സ്ഥിതി ചെയ്യുന്നത്. നോവാമുണ്ടി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നോവാമുണ്ടി, ഗുവ എന്നിവ പ്രധാന ഖനികളാണ്. ഇവ സ്ഥിതി ചെയ്യുന്നത് പൂർവ്വ പശ്ചിമ സിംഗ്ബം. കണ്ടോ, സിംഗ്ബം എന്ന് പറയുന്നത് ജാർഖണ്ഡാണ്. കാരണം ഇവിടെ തുടങ്ങിയ ലൈനാണ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ, ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു ഫുൾ സ്റ്റോപ്പും ഇല്ല. മനസ്സിലായല്ലോ. അപ്പോൾ പശ്ചിമം എന്ന് പറയുന്ന പൂർവ്വ സിംഗ്ബം ജില്ല എവിടെയാണ് വരുന്നത്, ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിൽ ദുർഗ്, ദണ്ഡോവാര, ബൈദാലിയ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു. ദില്ലി, ഇവിടെ ഉണ്ടോ, ദുർഗയിലെ ദില്ലി, രാജ്ഹാര എന്നിവിടങ്ങളിൽ രാജ്യത്തെ തന്നെ, ഈ പറയുന്നതിന്റെ ബാക്കിയാണ് കേട്ടോ, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈന് തന്നെ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി രാജ്യത്തെ തന്നെ പ്രധാന ഇരുമ്പയിര് ഖനികളാണ്. കർണാടകത്തിൽ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് ബെല്ലാരി ജില്ലയിലാണ്. കണ്ടോ, കർണാടകത്തിലെ എവിടെയാണ് കാണപ്പെടുന്നത്, ബെല്ലാരി ജില്ലയിലാണ്. ഇവിടെ സന്തൂർ ഫെസ്റ്റ് പ്രദേശം, ചിക്ക്മാംഗ്ലൂർ ജില്ലയിലെ ബാബാ ബുദാൻ കുന്നുകൾ, കുതിരമുഖ് എന്നീ പ്രദേശങ്ങൾ, ഷിമോഗ, ചിത്രദുർഗ്, തുംകർ എന്നീ ജില്ലകളുടെ ഭാഗമായി എന്നിവിടങ്ങളിലാണ്. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂര്, ഭണ്ഡാര, രത്നഗിരി ജില്ലകളിൽ, ആന്ധ്രാപ്രദേശിലെ കരീംനഗർ, വാറങ്കൽ, കുർണൂൽ, കസ്ബ, അനന്തപൂർ ജില്ലയിലെ, തമിഴ്നാട്ടിലെ സേലം, നീലഗിരി. കണ്ടോ, തമിഴ്നാട്ടിലെ സേലം, നീലഗിരി. അപ്പോൾ തമിഴ്നാട്ടിലാണ് നീലഗിരി എന്ന് മനസ്സിലായില്ലേ. ഈ ജില്ലകളിൽ മറ്റിരുമ്പയിര് ഖനന മേഖലകളുണ്ട്. ഗോവയും ഒരു പ്രധാന ഇരുമ്പുയിര് ഉത്പാദക സംസ്ഥാനമാണ്. ഒരുപാട് സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട് ഈ ചാപ്റ്റർ. നിങ്ങൾ ഒന്നുകൂടി എടുത്ത് വായിച്ചു വെച്ചേക്കുക. കുറച്ച് ക്ലിയർ അല്ല, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ക്ലിയർ കുറവുണ്ട്. സോ ഈ ചാപ്റ്റർ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ നോക്കി വെച്ചേക്കുക. ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുടെ ഖനികളുടെ പേര് പറയുന്നുണ്ട്. പല ജില്ലകളിലും കണ്ടോ, മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂര്, ഭണ്ഡാര, രത്നഗിരി പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ കരീംനഗർ, വാറങ്കല്, കുർണാല്, കസ്ബ, അനന്തപൂർ ജില്ലയിൽ, തമിഴ്നാട്, സേലം, നീലഗിരി എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണം ഉണ്ട്. എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചോദിക്കാം. ഓക്കെ, ഇനി നോക്കിയേ, അടുത്ത ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5ാമത്തെ ചോദ്യമാണ്. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? WTO ആണ് ചോദിക്കുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. നോക്കിയേ, ഏതൊക്കെയാണ് ശരി? ഇവിടെ 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. ശരിയാണോ? ശരിയാണ് അല്ലെ, തീർച്ചയായും ശരിയാണ്. ആ സമയത്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. 1995 ജനുവരി 1 ജനീവ. ലോക വ്യാപാര സംഘടനകളുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. തീർച്ചയായും അതെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ, അതും ശരിയാണ്. 2015 എന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ആ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, അന്നത്തെ കാലത്തെ കറണ്ട് അഫെയർ ആണോ? അല്ല, ഇത് NCERT പാഠപുസ്തകത്തിൽ ഇതുപോലെ തന്നിട്ടുണ്ട്, ഞാൻ എടുത്ത് കാണിച്ചു തരും. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. 164 എന്ന് പറയുന്ന 2016 കണക്കാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. സോ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. 1ഉം 2ഉം ശരി. നോക്കാലോ, ഇവിടെ ശ്രദ്ധിച്ചേ. പ്രസ്താവന 1 ശരിയാണ്. 1948 മുതൽ നിലവിലുണ്ടായിരുന്ന ഗാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്നാണ് കേട്ടോ. ഗാട്ട് എന്ന സംഘടനയ്ക്ക് പകരമായി 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടന ഔദ്യോഗികമായി രൂപീകൃതമായത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ഇതിന്റെ ആസ്ഥാനം. ഈ ഒരു പോയിന്റിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, എല്ലാം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. മുൻഗാമി ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഗാട്ടാണ്. എപ്പോഴാണ് നിലവിൽ വന്നത്? 1995 ജനുവരി 1, ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവ. 2ാമത്തെ പ്രസ്താവന, 1947 ഗാറ്റിൽ കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ.
1995 നിലവിൽ വന്ന ലോക വ്യാപാര സംഘടനയുടെയും ഒരു സ്ഥാപക അംഗരാജ്യമാണ്, ഫൗണ്ടിംഗ് മെമ്പറാണ്. ശരിയാണ്. ഇനി എന്തുകൊണ്ട് മൂന്നാമത്തെ പ്രസ്താവന തെറ്റി? ഈ പാഠപുസ്തകങ്ങളിലെ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ നിലവിലെ 164 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. അവസാനമായി ചേർന്നത് അഫ്ഗാനിസ്ഥാൻ 2016-ലാണ്. അപ്പൊ 2016-ലെ കണക്കാണ് നമുക്ക് ഈ പറയുന്ന പാഠപുസ്തകങ്ങളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് പ്രത്യേകിച്ചും NCERT-യിൽ പറയുന്നത്. പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചാപ്റ്ററിൽ നിന്ന് വീണ്ടും വന്നിരിക്കുവാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിച്ചേ, +1-ലെ ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ 3-ാമത്തെ അധ്യായം ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഒരു വിലയിരുത്തൽ. അവിടെ ഈ പറയുന്ന WTO-യെ കുറിച്ച് പറയുന്നുണ്ട്. ലോക വ്യാപാര സംഘടന. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നു. പക്ഷേ ഡേറ്റ് പറയുന്നില്ല കേട്ടോ. വ്യാപാര ആവശ്യങ്ങൾക്കായി അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകി ഉടമ്പടികൾ നിർവഹിക്കാനാണ് ആഗോള വ്യാപാര സംഘടനയായ ഗാട്ട് 1948 നിലവിൽ വന്നത്. അപ്പോൾ ഗാട്ട് നിലവിൽ വന്നത് 1948-ലാണ്. നിയമാധിഷ്ഠിതമായ വ്യാപാര സംവിധാനം സ്ഥാപിക്കുക എന്നതായിരുന്നു ലോക വ്യാപാര സംഘടന പ്രതീക്ഷിച്ചിരുന്നത്. വികസ്വര രാജ്യങ്ങളിലെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിനും ആഗോള നിയമങ്ങളും നിയന്ത്രണങ്ങളും രൂപീകരിക്കുന്നതിനും ലോക വ്യാപാര സംഘടനയിലെ ഒരു പ്രധാന അംഗരാജ്യം എന്ന നിലയിൽ ഇന്ത്യ എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു. കണ്ടോ, പ്രധാന അംഗരാജ്യം എന്ന് പറയുന്നുണ്ട് ഇന്ത്യയെ കുറിച്ച് ഇവിടെ. ലോക വ്യാപാര സംഘടന പറയുന്നത് പോലെ ഇറക്കുമതിക്കുള്ള ക്വാട്ട നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ചുകൊണ്ടും നമ്മുടെ രാജ്യം വ്യാപാര മേഖലയിൽ ഉദാരവൽക്കരണത്തോടെയുള്ള പ്രതിബദ്ധത നടപ്പിലാക്കി എന്ന് പറയുന്നു. വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ നേരത്തെ തന്നതുപോലെ തന്നെ ഡേറ്റ് ഇതിൽ പറയുന്നില്ല. സോ നമുക്ക് ഡേറ്റ് നോക്കണം. അത് നമ്മൾ മറ്റൊരു ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പല ചാപ്റ്ററുകളിൽ നിന്നാണ് നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്നത്. ഈ +1-ലെ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ചാപ്റ്ററിന് ശേഷം നമ്മൾ നോക്കുന്നത് അടുത്ത +2-ലെ ചാപ്റ്ററാണ് മാനവിക ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് കേട്ടോ. മാനവിക ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ. അതിൽ 3-ാമത്തെ യൂണിറ്റ് 9-ാമത്തെ അധ്യായം അന്താരാഷ്ട്ര വ്യാപാരം എന്നാണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. അന്താരാഷ്ട്ര വ്യാപാരം വ്യക്തമായിട്ട് പഠിക്കാൻ അവിടെ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. ലോക വ്യാപാര സംഘടന ഉയർന്ന ചുങ്കം, തിരുവ, മറ്റ് പലതരം നിയന്ത്രണങ്ങൾ എന്നിവയിൽ ലോകത്തെ സ്വതന്ത്രമാക്കുന്നതിനായി 1948 ചില രാജ്യങ്ങൾ ചേർന്ന് ഗാട്ടിന് രൂപം നൽകി. ഗാട്ടിന് രൂപം നൽകി. രാഷ്ട്രങ്ങൾക്കിടയിൽ സ്വതന്ത്രവും നീതിപൂർവകമായ വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി 1994 ഗാട്ടിലെ അംഗങ്ങൾ ചേർന്ന് ഒരു സ്ഥിര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1905 ജനുവരി 1905 ഓക്കെ 1905 അല്ല 1995 ആണ് കേട്ടോ. 1995 ജനുവരി 1-ന് 1995 ജനുവരി 1 മുതൽ ഗാട്ട് ലോക വ്യാപാര സംഘടന എന്ന പേരിലേക്ക് രൂപാന്തരപ്പെട്ടു. ഇത് തന്നെയല്ലേ നമ്മുടെ ചോദ്യത്തിൽ തന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. 1995 ജനുവരി 1-ന് നമ്മുടെ ഈ പറയുന്ന ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു എന്ന് പറയുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. ഇനി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര ആഗോള നിയമങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരേ ഒരു അന്തർദേശീയ സംഘടനയാണ് ലോക വ്യാപാര സംഘടന. ഈ സംഘടന ആഗോള വ്യാപാര സംവിധാനത്തിനായി നിയമങ്ങൾ രൂപീകരിക്കുകയും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് തുടങ്ങിയ സേവന മേഖലകളിലെ വ്യാപാരം, ഭൗതിക ആവശ്യങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ലോക വ്യാപാര സംഘടന കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് അവിടെ സ്റ്റേറ്റ്മെന്റിലായിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ് അല്ലേ. ഓൾറെഡി പറഞ്ഞല്ലോ, ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 1-ാമത്തെ ചാപ്റ്ററിൽ +1-ലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ +2-ൽ നിങ്ങൾ കാണും. ഇവിടെ നോക്കിയേ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ആസ്ഥാനം. 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ, ജനീവയാണ് ആസ്ഥാനം എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നാണ്. അപ്പൊ നമ്മളത് വ്യക്തമായിട്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കിയേ, 2016 ഡിസംബറിലെ കണക്കനുസരിച്ച് 164 രാജ്യങ്ങൾ ലോക വ്യാപാര സംഘടനയിൽ അംഗമാണ്. കണ്ടോ, ഇതേ കണക്കാണ് നമുക്ക് ചോദ്യത്തിൽ തെറ്റിച്ച് തന്നത്. 2015 ഏപ്രിലെ കണക്കനുസരിച്ച് 171 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിവിടെ വ്യക്തമായിട്ട് അറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം 2016 വർഷം ഡിസംബറിലെ കണക്കനുസരിച്ച് 164 രാജ്യങ്ങൾ മാത്രമേ ലോക വ്യാപാര സംഘടനയിൽ അംഗമായിട്ടുള്ളൂ. ഇനി നോക്കിയേ, ലോക വ്യാപാര സംഘടനയിലെ സ്ഥാപക അംഗമാണ് ഇന്ത്യ എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന 3 ലൈനിൽ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ചാപ്റ്റർ. വ്യക്തമായിട്ട് നിങ്ങളത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. സോ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. സോ 5 മാർക്കാണ് നമുക്ക് വരുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന ഭാഗത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് എക്കണോമിക്സിൽ 5 ചോദ്യങ്ങളും 5 ഡിഫറെന്റ് ഏരിയകളും അതിന്റെ സോഴ്സും SCERT NCERT ഉൾപ്പെടുത്തി വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളുടെ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, VFA LDC നെക്സ്റ്റ് ക്ലാസ് വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക,
ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, സോഴ്സ് വെച്ച് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് NCERT പറഞ്ഞിട്ടുണ്ട്. ഈ NCERT തന്ന കാര്യങ്ങൾ ഇത് ഇങ്ങനെയല്ലല്ലോ, അത് തെറ്റല്ലേ എന്ന് ചോദിക്കരുത്. അത് മണ്ട ചോദ്യമാണ്. ഇത്തിരി പോലും ബുദ്ധിയില്ല എന്ന് വിചാരിച്ചു പോകും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അല്ലേ? കാരണം പാഠപുസ്തകത്തിൽ പഠിക്കാൻ തന്നൊരു കാര്യം തെറ്റല്ലേ എന്ന് ചോദിക്കരുത് കേട്ടോ. മനസ്സിലായല്ലോ? അതിന് സോഴ്സ് ചെയ്യാൻ തന്നിട്ടുണ്ട്. സോ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അങ്ങനെ ഡൗട്ട് ചോദിക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനി നിങ്ങളത് ചോദിക്കേണ്ട കാര്യം എന്താണ്? VFA ആൻഡ് LDC നെക്സ്റ്റ് ക്ലാസ് വേണോ എന്നുള്ളവർ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് PSC പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ എനേബിൾ ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് ഹൈപ്പ് ചെയ്യുന്നില്ല മക്കളെ, നിങ്ങളൊന്ന് ഹൈപ്പ് കൂടെ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, ഹൈപ്പ് ചെയ്ത് വെച്ചേക്കുക. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ അത്രേ പറയാനുള്ളൂ. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ് ഉടനെ വരുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മുടെ ക്ലാസിന്റെ സമയം 8:17 ആണ്. ഓക്കെ മക്കളെ, സോ അത്രേ ഉള്ളൂ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. താങ്ക് യു.